നമസ്കാരം. കേരള MG VC മാർ RSS പരിപാടിയിൽ പങ്കെടുത്തത് വലിയ തെറ്റായി പോയെന്ന് സമ്മതിച്ച് VD സതീശൻ ഇട്ട പോസ്റ്റിനടിയിൽ നമ്മുടെ സുരേന്ദ്രൻ ഉണ്ടല്ലോ, BJP മുൻ അധ്യക്ഷൻ, അദ്ദേഹം ഇട്ട പരിഹാസ പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്. ആദ്യം തന്നെ നമുക്ക് VD സതീശന്റെ പോസ്റ്റ് കാണാം. അതായത് ഈ VC മാർ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ LDF അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രൂക്ഷമായി തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും ഒരു രൂക്ഷ വിമർശനവും ഒക്കെ ഉന്നയിച്ചിരുന്നു. പണി പാളിയല്ലോ, ഞങ്ങളുടെ ഈ RSS പ്രേമലു ജനങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ എന്ന് കണ്ടപ്പോഴാകാം ഒരുപക്ഷെ VD സതീശൻ ഞങ്ങൾ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ RSSനെ വിമർശിക്കുന്ന, സംഘപരിവാറിനെ വിമർശിക്കുന്ന, BJP വിമർശിക്കുന്ന മണിതർ എന്ന് കാണിക്കാൻ വേണ്ടിയാകും അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിമിഷ നേരം കൊണ്ട് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒരു ഉഡായിപ്പ് പോസ്റ്റാണെന്ന് നമ്മുടെ സുരേന്ദ്രൻ തെളിയിച്ചു. ആദ്യമായിട്ടാണ് സുരേന്ദ്രനോട് ഒരു ചെറിയ ബഹുമാനമൊക്കെ തോന്നുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ VD സതീശന്റെ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് നീങ്ങിയിട്ടുള്ള ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘ് ചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതര വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്കുണ്ടായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണത്. കേരള സമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞുകുടിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വച്ചു പൊറപ്പിക്കുകയില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC മാരും കേരളത്തോട് മാപ്പ് പറയണം എന്നാണ് ഇദ്ദേഹം ഇട്ട പോസ്റ്റ്. കേട്ടോ, ഇതും വിമർശനങ്ങളൊക്കെ ഒരുപാട് ഉയർന്ന ശേഷമാണ് നമ്മുടെ VD സതീശൻ പോസ്റ്റ് ചെയ്തത്. അതിനിടയിൽ കമന്റ് ഒക്കെ ഉണ്ട്, ആരോ നിർബന്ധിച്ച് ഇടിയിപ്പിച്ചതുപോലെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല അവരെങ്ങ് പുറത്താക്ക്, അവര് മാപ്പ് ഉറപ്പിക്കല്ലേ വേണ്ടത്, അവരങ്ങ് പുറത്താക്ക് മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ VD സതീശന്റെ പ്രതികരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ പോസ്റ്റിനെ ട്രോളി, ഈ പോസ്റ്റിനെതിരെ പല കമന്റുകളൊക്കെ വന്ന് ഇങ്ങനെ VD സതീശനെ ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ ഏറിലാക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് സുരേന്ദ്രൻ ഈ ഒരു കമന്റ് ഇടുകയാണ്. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. സുരേന്ദ്രന്റെ ആ കമന്റിന് ഭയങ്കരമായിട്ട് ലൈക്ക് വന്ന് കയറി. അവസാനം ആ പോസ്റ്റ് ആരോ മുക്കിഹേ. എന്തായാലും ജനങ്ങൾ മുഴുവൻ കണ്ട ശേഷവും വാർത്തയായ ശേഷമാണ് കേട്ടത് എന്തായാലും മുക്കിയത്. അതായത് നാറാനുള്ളതെല്ലാം നാറിയ ശേഷമാണ് ഈ അഡ്മിൻ എന്തായാലും മുക്കിയിട്ടുള്ളത്. ഉണ്ടല്ലോ എന്നറിയില്ല, ഇപ്പൊ കയറി നോക്കുമ്പോൾ കാണുന്നില്ല. എന്തായാലും സത്യത്തിൽ VD സതീശൻ മാപ്പ് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ VC മാർ മാപ്പ് പറയണമെങ്കിൽ തീർച്ചയായും VD സതീശനും മാപ്പ് പറയണം. എന്തുകൊണ്ടാണ്? അതായത് ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് നാട്ടുകുനിച്ച് അവിടെ വെച്ചിരുന്ന ആ നിലവിളക്കിന് തിരികൊളുത്തിയ വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. ആ പരിപാടിയിൽ പങ്കെടുത്തുവെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് RSSന്റെ നേതാക്കൾ തന്നെ പല പോസ്റ്റുകൾ ഇട്ടതാണ്, നമ്മൾ അത് കണ്ടതുമാണ്. ആരാണ് ഈ ഗോൾവാക്കർ? ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഗോൾവാക്കർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ പരിപാടിയിൽ VD സതീശൻ പോയി പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഈ ഒരു സംഘപരിവാറിനോടുള്ള RSSനോടുള്ള ഒരു താല്പര്യം എത്രത്തോളം ആയിരിക്കുമെന്ന്. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ ഒരുപാട് നേതാക്കളുണ്ടല്ലോ, അവരാരും വിളിച്ചാൽ വരില്ല, VD സതീശൻ വിളിച്ചാൽ വരും എന്നൊരു തോന്നൽ എപ്പോഴാണ് RSSന് ഉണ്ടായത്? അല്ലെങ്കിൽ VD സതീശനെ തന്നെ നമുക്ക് വിളിക്കാം എന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അദ്ദേഹം വരുമെന്ന് അവർക്ക് നല്ല ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ വിളിക്കാതിരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു പലരെയും വിളിക്കാതിരുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്ത് വിഷയം വന്നാലും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, VD സതീശൻ ഒരു ഇരട്ടത്താപ്പ നയം സ്വീകരിക്കും. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഈ BJPയെ വിമർശിച്ചുകൊണ്ട്, സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട്, RSSനെ വിമർശിച്ചുകൊണ്ടൊന്നും നമ്മുടെ മുഖ്യമന്ത്രി ഒരു സ്ഥലങ്ങളിലും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരു മൃദു സമീപനമാണ് പലപ്പോഴും സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പലപ്പോഴും തന്നെ ഈ സംഘപരിവാറൊക്കെ ആയിട്ട് നമ്മുടെ ഇവര്, അതായത് ഈ SFI പിള്ളേരൊക്കെ പോലും കൊമ്പ് ഓർക്കുമ്പോൾ പോലും നമ്മളിവിടെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും ഒക്കെ നിശബ്ദരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നയപ്രഖ്യാപന സമയത്ത് പോലും എന്താണ് സംഭവിച്ചത്? ഗവർണർ സംസാരിക്കുമ്പോൾ അതില് സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെ ഒരു രീതിയിലുള്ള വിമർശനങ്ങളും ഇല്ല. അത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും കേന്ദ്രവുമായിട്ട് കൊമ്പ് കോർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പൊ മോദി സർക്കാരുമായിട്ടൊരു നല്ല ബന്ധം ഈ മുഖ്യമന്ത്രി പുലർത്തുന്ന ഒരു തോന്നല് പുലർത്തുന്നുണ്ട് എന്നൊരു തോന്നല് പൊതുവെ ജനങ്ങൾക്കുണ്ട്. നോക്കൂ, മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കാണാൻ പോയതിന്റെ അന്നല്ലേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED അന്വേഷണം വരുന്നത്? ആ ED അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ? എന്നാൽ രാഹുൽ ഗാന്ധിയെ അടക്കം ED ചോദ്യം ചെയ്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ EDക്കെതിരെ ഉയർത്തിയ
ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ മുമ്പിലുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെയും സിസോദിയക്കെതിരെയും ഒക്കെ വലിയ രീതിയിൽ തന്നെ ED വേട്ട നടത്തിയപ്പോഴൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കേന്ദ്രത്തിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, VD സതീശൻ ഒരു അക്ഷരം EDക്കെതിരെ മിണ്ടിയില്ല എന്നത് നമ്മൾ കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. കേന്ദ്രത്തിനെതിരെ ഒരു രീതിയിലുള്ള പ്രതിരോധവും മുൻകാലങ്ങളിലും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ നടത്തിയിട്ടില്ല. നോക്കൂ, കേന്ദ്രം വലിയ രീതിയിൽ തന്നെ കേരളത്തെ കടക്കണിയിലാക്കുകയാണെന്നും കേരളത്തിന് കിട്ടാനുള്ള തുക ഒന്നും നൽകുന്നില്ലെന്നും അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ നിങ്ങൾ കൂടി സഹായിക്കണം, കാരണം നിങ്ങൾക്കാണല്ലോ കൂടുതൽ MP മാരുള്ളതെന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും അങ്ങനെ ഞങ്ങൾ സഹകരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിച്ചവരായിരുന്നു UDFകാർ. എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത്? അതായത് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ അന്ന് ജന്തർ മന്ദറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പരിപാടി പങ്കെടുത്തു എന്നുള്ളതാണ്. ഇവിടെ നിന്നുള്ള ഒരൊറ്റ UDF MP പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഇനി ഇവരൊക്കെ BJP MP അങ്ങനെ വിചാരിക്കാം. ഇവരൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ പോരാടുന്ന, മോദി സർക്കാരിനെതിരെ പോരാടുന്ന, ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ആ ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട മുന്നണിയിലെ MP നമ്മളൊക്കെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണ്? അതായത് കേന്ദ്രത്തിനെതിരെ ഒരു ഘട്ടത്തിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും അതിനെതിരെ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇവരുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖർഗെ ആരെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവരൊരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. ഇന്നും രാജ്യത്ത് നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കുന്നത്. ഇപ്പൊ JDUവിനെ ഒക്കെ ഓടിച്ചുവിട്ട ആരാണ്? JDUവിനെ ഓടിച്ചുവിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുമായിരുന്നു? ഇല്ല. അപ്പോ ഈ ഇന്ത്യ മുന്നണിയെ തകർത്തുകൊണ്ട് നമ്മുടെ BJPക്ക് വലിയ രീതിയിൽ തന്നെ വളമിട്ട് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിൽ ഇവിടെ BJP വളർത്തുന്ന ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ പറയുന്ന UDF ആണ്. ഈ സുരേഷ് ഗോപിയുടെ ജയം എങ്ങനെയാണ്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ്? കോൺഗ്രസിന് വോട്ട് കിട്ടിക്കൊണ്ടാണ്. ഇപ്പൊ തന്നെ ജയിച്ചിട്ടുള്ള 3 MLA മാർ സഭയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. ഇവരുടെ ജയം അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിന്റെ തന്നെ സംഭാവനയാണ് എന്ന് തന്നെയാണല്ലോ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഘപരിവാറിനെതിരെയാണ്, RSSനെതിരെയാണ്, BJPക്കെതിരെയാണ് ഞങ്ങൾ എന്ന വാദം ദയവ് ചെയ്ത് UDFകാർ ഉന്നയിക്കരുതെന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല ഇന്നലെ സുരേന്ദ്രൻ ഈ പോസ്റ്റ് ഇടുമ്പോൾ ഒരു മറുപടി പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു നേതാവിനും പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത്? ആ ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ നിന്നുപോയില്ലേ? നിങ്ങൾ സ്റ്റക്കായി പോയില്ലേ? നിങ്ങൾക്ക് ഉത്തരം മുട്ടിയില്ലേ? എന്തായാലും അതിനുശേഷവും ഈ K സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ജി, ഇപ്പോൾ കേരളത്തിലെ 3 വൈസ് ചാൻസലർ മാത്രമേ മോഹൻജി ഭാഗവത് അവരുടെ പ്രഭാഷണം കേൾക്കാൻ പോയിട്ടുള്ളൂ. അങ്ങയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് കേരളത്തിൽ ബാക്കി വരുന്ന എല്ലാ VCമാരും ഇതുപോലെ മോഹൻജിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ എത്തും. അങ്ങയെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചതും ഒരു RSSകാരൻ തന്നെ. അങ്ങയുടെ രാജി സ്വീകരിക്കുന്നതും ഒരു RSSകാരൻ തന്നെയായിരിക്കും. അങ്ങയുടെ കൂട്ടുകാരായ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും PFIക്കാരും അടക്കം എല്ലാവരും അങ്ങയെ പോലെ കഴുത കാമം കരഞ്ഞു തീർക്കും. RSS ഈ നാടിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. കേരളത്തിൽ തന്നെ 4 MP മാർ, 3 MLA മാർ, ഒരു മേയറും ഡെപ്യൂട്ടി മേയറും, 2 മുനിസിപ്പൽ ചെയർമാൻമാർ, നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 2000ഓളം പഞ്ചായത്ത് അംഗങ്ങൾ RSSനുണ്ട്. വെറുതെ മുട്ടാ നിൽക്കണ്ട. മമതയുടെയും സ്റ്റാലിന്റെയും പിണറായിയുടെയും ഗതിയായിരിക്കും താങ്കൾക്കും വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കിത് സത്യത്തിൽ ഇവർ തമ്മിലുള്ള അടി കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിൽ ഈ പുത്തൻകുരിശ് വളവുകോട് പഞ്ചായത്ത് ഉണ്ടല്ലോ, ആ പഞ്ചായത്ത് എങ്ങനെയാണ് ഭരിക്കുന്നത്? ഈ സംഘപരിവാറിന്റെ ഈ NDAയുടെ പിന്തുണയോടെയല്ലേ UDF ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവര് ഈ അണ്ണൻ അറിയാലോ തമ്പി അടിയിടിയൊക്കെ നടക്കും. ബാക്കിയെല്ലാ ആളുകളും ഗാലറിയിൽ ഇരുന്ന് കണ്ട് ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.